പ്രേരിതം ഹൃദയോദ്ദീപകം ജീവദായകം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ട സഹോദരരെ, ദുഷ്ടൻ അവനെ തൊടുകയില്ല എന്നുള്ള ഒരു പൊതുശീർഷകത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു പ്രബോധന പരമ്പരയിൽ. അതിൻ്റെ 68ാമത്തെ സെഷനാണല്ലോ ഇത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടൻ മനുഷ്യനെ ആദ്യമായിട്ട് തൊടാനിട വന്നത് നമുക്കറിയാം. പരദീസയിൽ ആദ്യ മാതാപിതാക്കളുടെ ജീവിതത്തിലെ അനുഭവം ഉൽപ്പത്തി 3 നമ്മൾ കാണുന്ന സംഭവത്തിലാണ്. ആ ഒരു അനുഭവത്തിലൂടെ മനുഷ്യവർഗം മുഴുവനിലേക്കും വന്നു കയറിയ നരക സാമ്രാജ്യം, നരകരാജ്യം, അതിനെ ദൂരീകരിക്കാനാണ് ഈശോയുടെ മനുഷ്യാവതാരവും രക്ഷാകര പ്രവൃത്തി മുഴുവനും എന്ന് നമ്മൾ ഈ സെഷനിൽ നല്ലപോലെ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ദൈവരാജ്യം പ്രഘോഷിച്ച് ഈശോ ആരംഭിച്ചപ്പോൾ ഈ നരകരാജ്യത്തെ തീർക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ ഈ നരകരാജ്യത്തെ നമ്മൾ തീർക്കാനായിട്ട് ഈശോ മുമ്പിലേക്ക് നമ്മുടെ ജീവിതവുമായിട്ട് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലയിലാണ് നരകരാജ്യം കയറി കിടക്കുന്നത് അടിസ്ഥാനപരമായിട്ട്, അതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ശ്രദ്ധിച്ച 4 മേഖലകൾ. സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നിന്നും നമ്മൾ 399 400 ഖണ്ഡികകൾ വായിച്ചുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു. 4 മേഖലകൾ. ഒന്ന്, ദൈവവുമായുള്ള ബന്ധത്തിൽ വല്ലാത്ത അപജയം സംഭവിച്ചു. രണ്ടാമത്തേത്, ഓരോ വ്യക്തിയുടെ ഉള്ളത്തിൽ ആന്തരിക മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടായി. ഒരു നിയന്ത്രണമില്ലാത്ത, ഇൻ്റഗ്രേഷനില്ല, സമഗ്രതയില്ലാത്ത, പൊട്ടിപ്പിളർന്ന അല്ലെങ്കിൽ ഭിന്നമായ ആസക്തികളാൽ കലുഷിതമായ ഒരവസ്ഥയുണ്ടായി. മൂന്നാമത്തേത്, പരസ്പര ബന്ധത്തിൻ്റെ മേഖലകളിൽ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം, ദാമ്പത്യ ബന്ധങ്ങൾ, സഹോദര കുടുംബം, സമൂഹ ബന്ധം എല്ലായിടത്തും അസ്വസ്ഥകളും അകലച്ചുകളും എല്ലാം ഉണ്ടാകുന്നൊരവസ്ഥ വന്നു. നാലാമത്തെ നമ്മൾ ശ്രദ്ധിച്ചു, ഭൗതികമായ സാഹചര്യങ്ങളിൽ പ്രപഞ്ചം മുഴുവനിലേക്കും ഒരു തിന്മയുടെ സ്വാധീനം കടന്നു വന്നു. ഈ 4 തിന്മകളെക്കുറിച്ച് നമ്മൾ സമയമെടുത്ത് കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഈ 4 മേഖലയിൽ 4ലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് നരകരാജ്യം അല്ലെ ദുഷ്ടൻ്റെ കടന്നു കയറ്റം ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഈ 4 മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഡെലിവറൻസ്, വിടുതൽ, ഭൂതോച്ചാരണ ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ കണ്ടതാണ്. വെറുതെ ഒരു പൈശാചിക സാന്നിധ്യത്തെ ഇറക്കി വിടുക എന്നുള്ളൊരു പ്രക്രിയ മാത്രമല്ല, ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മളെ നരകരാജ്യ അവസ്ഥയിൽ നിന്നും വീണ്ടെടുക്കുന്ന ഒരു അനുഭവമാണത്. അപ്പോൾ ദൈവരാജ്യ അനുഭവം നമ്മൾ ആഴപ്പെട്ട് കയറി വരുമ്പോൾ നരകരാജ്യത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും അവസ്ഥകളും അനുഭവങ്ങളും നമ്മളിന്ന് മാറിപ്പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ സമഗ്രതയിൽ ആ അനുഭവത്തിലേക്ക് വരാനായിട്ട് ഈ 4 മേഖല ശ്രദ്ധിക്കണം. പക്ഷെ അതിലേക്ക് നമ്മൾ വിശദാംശങ്ങളിലേക്ക് നമ്മൾ സമയമെടുത്ത് വരുന്ന ഏതാനും സെഷനുകൾ കാണാനായിട്ട് പോവുകയാണ്. ഒന്നിന് പറയുക ഒന്നായിട്ട്. അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ 4 മേഖലകൾ ആദ്യ മാതാപിതാക്കൾ ആദ്യമായിട്ട് പിശാചിൻ്റെ സ്വരത്തിന് കാതോർത്ത് വീണ് കഴിഞ്ഞ് പാപത്തിൽ പെട്ട് കഴിഞ്ഞപ്പം അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ അവസ്ഥയിലേക്ക് അന്ന് സംഭവിച്ച കാര്യമാണ്. അന്ന് സംഭവിച്ച കാര്യം ഇന്നെങ്ങനെ നമ്മളിലേക്ക് വരുന്നത്, അന്ന് സംഭവിച്ച കാര്യം ഇന്ന് നമുക്ക് എങ്ങനെ വരുന്നു, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതേക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം നമ്മൾ മതബോധന ഗ്രന്ഥത്തിലെല്ലാം കാണുന്നുണ്ട്. ഉത്ഭവ പാപം എന്നൊരു പ്രബോധനം. മുൻ തലമുറകളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ പിൻതലമുറകളിലേക്ക്, വരും തലമുറകളിലേക്ക് ഇങ്ങനെ പകർന്നു നൽകപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം. ഇത് നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. തലമുറകളിലേക്കുള്ള തിന്മയുടെ സ്വാധീനത്തിൻ്റെ മേഖലയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 മേഖലയിലെ തിന്മകളും പിൻതലമുറകളിലേക്ക് ഇങ്ങനെ പകർന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പകർന്നു വന്നതായ അവസരത്തിൽ അത് ആദ്യത്തെ അവസ്ഥയിൽ മാത്രം പകർന്നു വരികയല്ല, അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ ആ തലമുറക്കാർ ചെയ്തതായ തിന്മകളും കൂടെ ഇതുമായിട്ട് ചേർന്നിട്ട് അതിൻ്റെ ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ തിന്മയുടെ നശീകരണ ശേഷിയോടുകൂടിയാണ് അടുത്ത തലമുറയ്ക്ക് പോകുന്നത്. നമ്മൾ മഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഒരു കഷ്ണം അടർന്ന് താഴേക്ക് പോരുമ്പോൾ അത് വന്ന് തട്ടുന്ന മഞ്ഞിൻ്റെ ഭാഗം എല്ലാം അതുമായിട്ട് ചേർന്നിട്ട് വലിയ കഷ്ണം എന്ന ഒരു പ്രദേശം മുഴുവനും താഴെ വരുമ്പോഴത്തേക്കും മൊത്തത്തിരിഞ്ഞ് പോരുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഈ തലമുറകളിലൂടെ ഇങ്ങനെ തിന്മയുടെ ദുസ്വാധീനം കടന്നു വരുന്നുണ്ട്. ഇതേക്കുറിച്ചുള്ള ഒരുപാട് പ്രബോധനങ്ങൾ നവീകരണ ശുശ്രൂഷ മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഓരോ വ്യക്തിയുടെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞ് പരിഹരിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ നവീകരണവും വിടുതലും ആശ്വാസവും ഉണ്ടാക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട്
ക്രൈസ്തവ ശുശ്രൂഷ മേഖല ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വ്യക്തികളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പം മുൻപിലുള്ള ഈ വ്യക്തിയുടെ ഈ വിഷയം തീർക്കാനായിട്ട് നോക്കുമ്പം ഈ വ്യക്തിയെ മാത്രം പരിഗണിച്ചാൽ പോരാ. ഈ വ്യക്തി മുകളിൽ അനേക തലമുറകളിലൂടെ കടന്നു വന്ന സ്വാധീനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കടന്നു വരുന്ന സ്വാധീനങ്ങളിൽ പോസിറ്റീവായി ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഒരുപാട് നന്മകൾ മുൻ തലമുറകൾ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം നന്മയുടേതല്ലാത്ത ഒരുപാട് ദുസ്വാധീനങ്ങളും മുൻ തലമുറകൾ കടന്നു വന്നിട്ടുണ്ട്. ഇവയുടെ എല്ലാം പിടുത്തം ഇപ്പം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലുണ്ട്. അപ്പോൾ ആ ഒരു മേഖല ശ്രദ്ധിക്കാതെ, പ്രത്യേകിച്ചും ഈ തിന്മയുടെ പിടുത്തങ്ങൾ മുകളിൽ നിന്ന് തലമുറകളിലൂടെ വന്ന് കിടക്കുന്നത് തിരിച്ചറിയാതെ അതിനെ വിച്ഛേദിച്ച് മാറ്റി ഈ വ്യക്തിയെ സ്വതന്ത്രമാക്കാതെ ആ ദുസ്വാധീനങ്ങളെ പരിഹരിച്ച് ദൂരീകരിക്കാതെ ഇന്ന് ജീവിക്കുന്ന ഈ വ്യക്തിക്കൊരു വിടുതലിൻ്റെ ഒരു അനുഭവം അല്ലെ ദൈവരാജ്യ അനുഭവത്തിൻ്റെ നിറവ് കൊടുക്കുക എളുപ്പമല്ല. ഇങ്ങനെ ചിന്ത അനുഭവത്തിൽ കണ്ടപ്പോൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്ന ഒരു ശുശ്രൂഷ മേഖലയാണ് തലമുറകളുടെ വിശുദ്ധീകരണം. ഹീലിംഗ് ദ ഫാമിലി ട്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഡോക്ടർ കെന്നത്ത് മക്കാൾ എന്ന് പറഞ്ഞൊരു ഡോക്ടർ, ഇംഗ്ലണ്ടുകാരൻ, രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ചൈനയിൽ പോയി വൈദ്യസേവനം നടത്താനായിട്ട് നിയോഗിക്കപ്പെട്ടു. യുദ്ധകാലത്ത് അവിടെ അദ്ദേഹം ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പട്ടാളക്കാരുടെ കൂടെ ഇങ്ങനെ ആയിരിക്കുമ്പം അവിടെയുള്ള നാട്ടുമ്പുറങ്ങളിലുള്ള ചില ട്രൈബൽ ആൾക്കാർ, ആദിവാസികൾ, അവർക്കിടയിലുള്ള ചില മാനസിക രോഗാവസ്ഥയിൽ ഞെരുങ്ങുന്ന, ഈ ഡോക്ടറുടെ കാഴ്ചപ്പാട് മാനസിക രോഗമാണ്, അല്ലെങ്കിൽ മാറാരോഗം, ചില ശാരീരിക രോഗങ്ങളും ഞെരുങ്ങുന്ന ചില വ്യക്തികളെ അവരുടെ ആ രോഗാവസ്ഥയിൽപ്പെട്ട വ്യക്തിയുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടി ചില കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിന് സൗഖ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങൾ കണ്ടു. ഇത് ഈ ഡോക്ടർക്ക് വല്ലാത്ത ഒരു ആശ്ചര്യമായിരുന്നു, അതിശയമായിട്ട് തോന്നി. അദ്ദേഹം അതേപ്പറ്റി അവരുടെ കൂടെ നടന്നു, അത് കണ്ടും കേട്ടും എല്ലാം കുറേ നിരീക്ഷിച്ചു, പഠിച്ചു. അദ്ദേഹം യുദ്ധം കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഫിസിഷ്യനായിരുന്നു, മെഡിക്കൽ ഡോക്ടർ. അദ്ദേഹം സൈക്കാട്രി വിഷയമെടുത്ത് വീണ്ടും പഠിക്കുകയാണ്. സൈക്കാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്തു. എന്നിട്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു സമ്പൂർണ്ണ വിടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മുൻ തലമുറകളിലൂടെയുള്ള ചില കെട്ടുകളെ അഴിക്കേണ്ടതായിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പക്കലെത്തിയ രോഗികൾക്ക് ഈ രീതിയിലും കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ ചികിത്സ, കൗൺസിലിംഗ്, മരുന്നുകൾക്കൊപ്പം ആത്മീയമായ ഒരു പരിചരണം, ഒരു സത്യങ്ങൾ കൊടുക്കാൻ തുടങ്ങി. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതെല്ലാം കൂടെ അങ്ങനത്തെ അനുഭവങ്ങൾ ഒത്തിരി സൗഖ്യത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു, അനുഭവങ്ങളുണ്ടായി. അത് അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് ഹീലിംഗ് ദി ഫാമിലി ട്രീ എന്നൊരു പുസ്തകം തന്നെ അദ്ദേഹം എഴുതിയത് വളരെ പ്രസിദ്ധമാണ്. ഹീലിംഗ് ദി ഫാമിലി ട്രീ, ഡോക്ടർ കെന്നത്ത് മക്കാൾ. അപ്പോൾ അതിനകത്ത് അദ്ദേഹം ഇങ്ങനെ അനേക രോഗികൾക്ക് അവരുടെ മുൻ തലമുറയിൽപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ സൗഖ്യമുണ്ടാകുന്നതായിട്ട്. അദ്ദേഹം ഒരു അകത്തോലിക്ക സഭാ സമൂഹത്തിലെ അംഗമായിരുന്നു. അദ്ദേഹം അംഗമായിരിക്കുന്ന, ഒരു ആംഗ്ലിക്കനായിരിക്കാം, അംഗമായിരിക്കുന്ന സമൂഹത്തിൽ സഭാവിശ്വാസികൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥന അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കി, കത്തോലിക്ക സഭയിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും എല്ലാം വളരെ ഗൗരവമായിട്ട് ചെയ്യുന്നു. ഒരാൾ മരിച്ചു കഴിയുമ്പോൾ തന്നെയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, അത് കഴിഞ്ഞ് പിന്നെ ചരമദിനങ്ങളൊക്കെ, ആണ്ട് വാർഷികത്തിന്, അങ്ങനെ അല്ലാതെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതെല്ലാം ഉണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അത് വെച്ചിട്ട് അദ്ദേഹം തൻ്റെ പക്കലെത്തുന്ന രോഗികളെ അടുത്തുള്ള കത്തോലിക്ക പള്ളിയിലേക്ക്, അവിടുത്തെ അച്ഛൻ്റെ പക്കലേക്ക് പറഞ്ഞയക്കും. അങ്ങനെ പറഞ്ഞയക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ ഈ രോഗികളുടെ ഒപ്പം ഇരുന്നു കൊണ്ട് അവരുടെ പൂർവികരെ, പ്രത്യേകിച്ചൊരു 4 തലമുറയിലുള്ള പൂർവികരെയും, അത് കാർന്നവന്മാർ മാത്രമല്ല, സഹോദരങ്ങൾ, അങ്ങനത്തെ കസിൻസ് ബന്ധങ്ങളും ഒരു ചാർട്ട്, ഒരു ഫാമിലി ട്രീ അദ്ദേഹം വരച്ച് അതൊരു പേരെഴുതി അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അവർക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യേകമായ ഞെരുക്കവും ബുദ്ധിമുട്ടുമായിട്ട് കടന്നു പോകാനിട വന്ന വ്യക്തികളെല്ലാം അദ്ദേഹം പൊക്കിയെടുക്കും. മാനസിക രോഗങ്ങൾ, ആത്മഹത്യകൾ, കുഴഞ്ഞ അവസ്ഥകൾ, അല്ല വല്ലാത്ത ദുരിതങ്ങൾക്കടിപ്പെട്ട് മദ്യപാനം പോലെ അങ്ങനെ കുഴഞ്ഞു പോയവർ, അങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ഒരു കരുത്തില്ലാതെ കടന്നുപോയ ജീവിതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ, ഈശോയുടെ കുരിശിലെ ബലിയുടെ അനന്തമായ യോഗ്യതകളിലേക്ക്
ഇങ്ങനെയുള്ള ആ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും എടുത്തു വെച്ച് അവിടെ പേരൊക്കെ തയ്യാറാക്കിയിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കാൻ. ആ കുർബാനയിൽ കത്തോലിക്ക പള്ളിയിൽ അദ്ദേഹം ക്രമീകരിച്ചു. ആ കുർബാന അദ്ദേഹം പോയി സമ്മതിച്ചിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ കുർബാനയിൽ ഈ കൊണ്ടുപോകുന്ന ചികിത്സ തേടി വന്നിരിക്കുന്ന വ്യക്തികളോട് കുടുംബാംഗങ്ങളെയും ഒപ്പം താനും പോയി നിൽക്കും പറയും, ആ കുർബാനയുടെ പരിഹാര യോഗ്യതകളിൽ 99% അദ്ദേഹം അവരോടും കൂടെയുള്ളവരോട് പറഞ്ഞിട്ട് ഈ മരിച്ചുപോയ മുൻ തലവരുടെ ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് കാഴ്ചവെക്കുകയാണ്. ബാക്കി 1% മാത്രം ഇന്ന് ജീവിച്ച് നമുക്ക് വേണ്ടി മതി. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ കുർബാന ഏർപ്പെടുത്തേണ്ട സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന രോഗാവസ്ഥയിലൊക്കെ സൗഖ്യം കിട്ടുന്ന അനുഭവങ്ങൾ. ചില കേസുകളിലൊക്കെ ഈ കുടുംബത്തിൽ ആൾക്കാർ വല്ലാത്ത രോഗാവസ്ഥയിലുള്ള ദൂരെയുള്ള ചില മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങളിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലുകളിൽ കിടക്കുന്നു, ആശുപത്രി കിടക്കുന്നു, പുറത്തു ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ. ഇവിടെ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടെ സൗഖ്യം ഉണ്ടാവുന്നു. പിന്നെ മാത്രമല്ല ഇദ്ദേഹത്തിന് ദർശനങ്ങളും കിട്ടാൻ തുടങ്ങി. അദ്ദേഹം ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഈ മരിച്ചുപോയ ആർക്ക് വേണ്ടിയൊക്കെ ബലിയർപ്പിക്കുന്നു അവരുടെ ഒരു വിഷനുകൾ കിട്ടിയിട്ട് അവരിങ്ങനെ സൗഖ്യത്തിലേക്ക് വരുന്നതായിട്ട് അവർ സംബന്ധിക്കാൻ വരുന്നതായിട്ടൊരു കാഴ്ചകൾ അദ്ദേഹം കാണാൻ തുടങ്ങുന്നു. അതെല്ലാം പങ്കുവെച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഹീൽ ഇൻ ദി ഫാമിലി ട്രീ. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ സൗഖ്യ നൽകുന്ന ഒരു ശേഷിയെക്കുറിച്ച്. ഇത് ഞാൻ ഈ കന്നത്ത് മക്കാളുടെ പുസ്തകം പ്രസിദ്ധമായതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മുടെ ആത്മീയ ശുശ്രൂഷ, നവീകരണ ശുശ്രൂഷ കേന്ദ്രം ആഴപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി വ്യക്തികളുടെ ജീവിതങ്ങളെ ഉയർത്തിയെടുക്കാനായിട്ട് നോക്കുന്ന സകല ശുശ്രൂഷകരും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെ മുൻ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യത്തെ നവീകരണ മേഖലയിലൊക്കെ വചന പ്രഘോഷകർ പങ്കുവെച്ചെടുത്ത് കഴിഞ്ഞു പോയ ദശകങ്ങളിൽ കുറേ അധികം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ അല്പം പാകതയില്ലാത്ത പങ്കുവെക്കലുകൾ ഉണ്ടാകാനിട വന്നിട്ടുണ്ട്. തലമുറകൾ നീളുന്ന ശാപവും എന്നൊക്കെ പറഞ്ഞൊരാശയം അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ കയറി വരാൻ ഇടവന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇത് നിൻ്റെ അപ്പനല്ലേ, വല്യപ്പനല്ലേ, അപ്പൂപ്പൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ച ഒരു പ്രവൃത്തി കിടപ്പുണ്ട്, അതിൻ്റെ ഫലമായിട്ട് ഇപ്പം നിനക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് ഈ തലമുറകളുടെ ശാപമാണെന്നൊക്കെ പറയുന്ന രീതി വന്നപ്പോഴേക്കും അത് മനുഷ്യർക്ക് ഇങ്ങനെ ഉത്തരമില്ല, പരിഹാരമില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു കെട്ടപ്പെട്ട അവസ്ഥ, പൂർവികരുടെ വലിയൊരു അകൽച്ചയുടെ അവസ്ഥ, അങ്ങനെയല്ല കലക്കത്തിൻ്റെ ഒരു അന്തരീക്ഷം കുറേ സംജാതമായിരുന്നു കഴിഞ്ഞ പോയ കുറേ ദശകങ്ങളിൽ. അപ്പം പൂർവികരോടുള്ള വെറുപ്പ് കയറുന്നു, നിസ്സഹായത കയറുന്നു, ഭയം കയറുന്നു. അപ്പോൾ നമ്മുടെ കുറ്റമല്ല, കാരണം നമ്മുടെ കുറ്റമാണ്, ഇങ്ങനെ കുറ്റം എന്നുള്ള ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇനി എന്നെ കാണിക്കുന്നത് അറിയത്തില്ല, അങ്ങ് നിരാശരിക്ക് പോകുന്നു. ഇങ്ങനെയെല്ലാം വന്നപ്പോൾ 2010 സീറോ മലബാർ സഭയുടെ ഡോക്ടറിനെ കമ്മീഷൻ അതിൻ്റെ അധ്യക്ഷനായിട്ട് അന്നുണ്ടായിരുന്നത് പാലാരൂപതയിൽ ഇപ്പോഴത്തെ അധ്യക്ഷനായ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. പിന്നെ ഒരു വാണിയക്കിഴക്കൽ പിതാവ്, ഒരു കുന്നത്ത് പിതാവ് വരുന്നത് എൻ്റെ കമ്മീഷൻ മറ്റ് 2 ബിഷപ്പ്മാർ അംഗങ്ങളായിട്ടുള്ളത്. ആ ഡോക്ടറിനെ കമ്മീഷൻ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ട് ചെറിയൊരു പുസ്തകം എന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പേര് തലമുറകൾ നീളുന്ന ശാപം, മരണാനന്തര ജീവിതം. ആ 2 വിഷയങ്ങളെക്കുറിച്ചാണ്. ചെറിയൊരു പുസ്തകമാണ്, 2010. അപ്പോൾ അതിനകത്ത് അവർ ഈ ഒരു വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതെല്ലാം എന്നിട്ട് അവർ പറയുകയാണ്, മുൻ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പാപം ഒരിക്കലും പിൻതലമുറയിൽപ്പെട്ടവർക്കുള്ള ഒരു പാപമല്ല. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Stay with God. രണ്ടാമതൊരു കാര്യം, കാരണവന്മാർ മുൻ തലമുറപ്പെട്ട ആരെങ്കിലും, കാരണവന്മാരായിരിക്കുന്ന ആരെങ്കിലും എന്തെങ്കിലും പാപം ചെയ്തതിൻ്റെ പേരിൽ അവരുടെ മക്കളെയൊക്കെ ദൈവം ശിക്ഷിക്കാനായിട്ട് പിടിക്കുമെന്ന് പറയുന്നതും വിശ്വസ്ത ഗ്രന്ഥ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമല്ല. അത് വചനത്തിൽ നടക്കുന്ന ആത്മീയ കാഴ്ചപ്പാടല്ല. അങ്ങനെ വിശകലനം ചെയ്യണം. പ്രത്യേകിച്ചും എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ പിതാക്കന്മാർ പൊളിച്ച മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പൊളിച്ചു എന്നുള്ള ഒരു ഇമേജറി വെച്ചുകൊണ്ടൊരു പ്രബോധനം കൊണ്ട് നമുക്കറിയാം. എസെക്കിയേൽ 18-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലും എസെക്കിയേൽ 14-ാം അധ്യായത്തിൽ 12-20 വാക്യങ്ങളിൽ ഇതേപ്പറ്റി പരാമർശം കാണാൻ പറ്റും. അപ്പോൾ അവിടെ പക്ഷേ
അത് വെച്ചുകൊണ്ട് ഒരു ചിന്ത വരുന്നത് കാരണവന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിക്കുകയല്ല. എന്ന് വെച്ചാൽ കാരണവന്മാരുടെ ഒരു പ്രവൃത്തിക്കും മക്കളുടെ മേൽ ഒരു സ്വാധീനവും ഇല്ല എന്നുള്ള വാദഗതിയാണ്. പക്ഷെ ഇവിടെ അത് വെച്ചുകൊണ്ട് കാരണവന്മാരുടെ പ്രവൃത്തികൾ എങ്ങനെയാണ് മക്കളെ സ്വാധീനിക്കുന്നത് പറയാൻ പറ്റുന്നത് ശരിയല്ല എന്നുള്ള വാദം ഒരു വശത്ത് പൊങ്ങി വരുന്നുണ്ട്. പക്ഷെ ഇവിടെ അതേക്കുറിച്ച് ഉള്ള പ്രതിവാദം നമുക്ക് കാണുമ്പോൾ POC ബൈബിളിൽ ഈ ഒരു വചനഭാഗം കൊടുക്കുമ്പോൾ തന്നെ 18-ാം അധ്യായത്തിന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്നാണ്. വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിക്കാണ് പ്രവൃത്തിക്ക് ഉത്തരവാദിത്വം. ഇത് എസെക്കേലിൽ അന്ന് നൽകപ്പെട്ടു. കാരണം അന്നും ഈ ഒരു ചിന്തയുണ്ടായിരുന്ന കാരണവന്മാർ തെറ്റിയത് മക്കൾക്ക് ശിക്ഷ വരും, മക്കൾക്ക് ശാപം വരും. അതൊരു അല്പം ഒരു പാകതയില്ലാത്ത ചിന്തയുടെ ഫലമായിട്ടുണ്ടായ ഒരു കാടുകയറിയ ചിന്തയാണത്, ഒരു ഭയമാണത്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു യാഥാർത്ഥ്യം ഉണ്ട് താനും. അതിങ്ങനെ ഒരു ശിക്ഷയല്ല, ശാപമല്ല. അതതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 18-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്ന വ്യക്തിപരമായ ഉത്തരവാദിത്വം. അപ്പൻ തെറ്റ് ചെയ്ത് അപ്പന് മാത്രമേ ശിക്ഷ അനുഭവിക്കും, ശിക്ഷ പരിഹാരം ചെയ്യേണ്ടി വരുള്ളൂ, മക്കൾ ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ പല തലമുറകളിലൂടെ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നൊരു അധ്യായമാണത്. അപ്പോൾ അതുകൊണ്ട് അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പൊളിക്കുകയല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അതേപ്പറ്റിയൊക്കെ ഞാനീ പറഞ്ഞ സിറോ മലബാർ സഭയുടെ ഡോക്ടർ കമ്മീഷൻ 2010 ആ ചെറിയ ബുക്ക്ലെറ്റിനകത്ത് പ്രതിപാദിച്ചതിന് ശേഷം അവസാനം പറയുകയാണ്, എന്നാൽ മുൻ തലമുറയിൽപ്പെട്ട ഒരു വ്യക്തി ചെയ്യുന്ന ചില തിന്മയുടെ ദുസ്വാധീനം വരും തലമുറകളിലേക്ക് സംക്രമിച്ചു വരാം, അതിൻ്റെ സാധ്യതയുണ്ട്. എന്നിട്ട് ഉദാഹരണം ആ പിതാക്കന്മാർ ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരപ്പൻ തനിക്ക് പുതുസത്തായിട്ട് കിട്ടിയ സമ്പത്ത് മുഴുവനും തൂർത്തടിച്ചു, കുടിച്ച് വിറ്റ് തൊലച്ച് നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ സ്വത്ത് മുഴുവൻ തൂർത്ത് നശിപ്പിച്ച ഒരു അപ്പൻ്റെ മക്കൾക്ക് ദാരിദ്ര്യത്തിൻ്റെ ഒരു ദുരിതമുണ്ടാവാം. കാരണം ആ അപ്പൻ മുഴുവൻ വിറ്റ് കളഞ്ഞ വസ്തു മക്കൾക്കായിട്ട് വിധിച്ചു കൊടുക്കാൻ അപ്പൻ്റെ കയ്യിലില്ല. ചിലപ്പോൾ ഈ അപ്പൻ്റെ അപ്പൻ നല്ലപോലെ പണ്ടത്തെ കാലത്തൊക്കെ ഭൂസ്വത്താണല്ലോ വലിയ സ്വത്തായിട്ട് കരുതിയിരുന്നത്, നല്ലപോലെ ഏക്കർ കണക്കിന് സ്വത്ത് കൊടുത്തതായിരുന്നിരിക്കും. അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും ഇദ്ദേഹത്തിനും ഒരു 3-4 മക്കളുടെ കുടുംബം വേണ്ടി ചിന്തിച്ച് നോക്കുക. ഒരു മനുഷ്യൻ, ഒരു അപ്പൂപ്പൻ, ഒരു 40 ഏക്കർ സ്ഥലമുണ്ട്, 4 മക്കളുണ്ട്. ഈ 4 മക്കൾക്കുമായിട്ട് അദ്ദേഹം 10 ഏക്കർ വെച്ച് വസ്തു വീതം വെച്ച് കൊടുത്തു. അങ്ങനെ 4 മക്കളും വിവാഹം ചെയ്ത് 10 ഏക്കർ താമസിക്കുന്നു, കൃഷി ചെയ്തും ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. ഈ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പോൾ ഈ 4 മക്കൾക്കിടയിൽ ഒരാളാണ് ഈ പറഞ്ഞ പോലെ കുടിച്ച് തോർത്തടിച്ചിട്ട് വിറ്റ് ഇല്ലെന്നാകുന്നത്. മറ്റ് സഹോദരങ്ങൾ ഈ 10 ഏക്കർ കിട്ടിയതിനെ അധ്വാനിച്ച് വർദ്ധിപ്പിച്ച് 15, 20, 25 ഒക്കെ ആയിട്ട് വർദ്ധിപ്പിച്ചൊക്കെ എടുത്തു. അപ്പോൾ ഇവരുടെ മക്കളുടെ കാലമാകുമ്പോഴേക്കും ഇവർക്ക് മക്കൾക്ക് വേണ്ടി കൊടുക്കാനുള്ളത് എന്താ ഈ ചിന്തിക്കുമ്പോൾ ഈ കുടിച്ച് തോർത്തടിച്ച് നടന്ന മനുഷ്യന് മുഴുവൻ വിറ്റ് തുലച്ചിട്ട് ഒരു 10 സെൻറ്റേ ബാക്കിയുള്ളൂ. ബാക്കി മുഴുവൻ വിറ്റ് തുലച്ചു. ഇവർക്കെല്ലാവർക്കും 4 മക്കൾ വീതമാണെന്ന് വിചാരിക്കുക, എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിന്തിക്കാനൊക്കെ കൂടെ എളുപ്പത്തിന്. അപ്പോൾ ഈ 10 സെൻറ്റിനുള്ള മനുഷ്യന് തൻ്റെ 4 മക്കൾക്ക് വേണ്ടി വീതം വെക്കുമ്പോൾ 2.5 സെൻറ്റ് വെച്ച് വീതിക്കാനുള്ളൂ. ആ 2.5 സെൻറ്റിനകത്ത് ഈ മക്കൾ കിടന്നുകൊണ്ട് ജീവിക്കാൻ വിഷമിക്കുകയാണ്. ഈ അപ്പൻ മരിച്ചും പോകുന്നു. ആ സമയം ഈ കള്ളു കുടിച്ച് ദൂർത്തടിച്ച അപ്പൻ്റെ സഹോദരങ്ങൾ വർദ്ധിപ്പിച്ചവർ അവിടെ മക്കൾക്ക് 10 ഏക്കറിനകത്തുനിന്ന് 2.5 ഏക്കർ വെച്ചിട്ടോ വർദ്ധിപ്പിച്ചത് വെച്ചുകൊണ്ട് 5 ഏക്കർ വെച്ചൊക്കെ വിധിച്ചു കൊടുത്തു. അപ്പോൾ ഈ 1, 2, 3-ാം തലമുറയിലെ മക്കളുടെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതേ 4 പേര് ഇവിടെ 2.5 സെൻറ്റ് കിടന്ന് കഷ്ടപ്പെടും, ജീവിക്കാൻ മാർഗ്ഗമില്ല. മറ്റ് സഹോദരങ്ങൾ കസിൻസ് 2.5 ഏക്കറും 5 ഏക്കറുമായിട്ട് കരുത്തോടെ ജീവിക്കുന്നു. അപ്പോൾ 2 സെൻറ്റ് കിടന്ന് വിഷമിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, എൻ്റെ അപ്പൂപ്പന് വല്യപ്പൻ 10 ഏക്കർ എൻ്റെ അപ്പന് കൊടുത്തതാണ്, അതിന് 2.5 ഏക്കറെങ്കിലും എനിക്ക് കിട്ടാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പറയുന്നത് ന്യായമാണ്. യുക്തി വെച്ച് നോക്കുമ്പം ന്യായമുണ്ട്, കിട്ടേണ്ടതാണ്. ഇവൻ പറയുകയാണ്, ഞാനായിട്ട് കുടിച്ചിട്ടില്ല, ഞാനായിട്ട് വിറ്റില്ല, ഞാനായിട്ട് ദൂർത്തടിച്ചില്ല. അപ്പൻ ദൂർത്തടിച്ചു കുടിച്ചെങ്കിൽ അപ്പൻ്റെ കാര്യം, അത് ഞാനായിരുന്നേ. എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പന് കൊടുത്ത 10 ഏക്കറിൻ്റെ 4 എനിക്ക് കിട്ടണം എന്ന് പറയുന്നത് നമുക്കറിയാം യുക്തിക്ക് നിരക്കുന്നതാണ്. പക്ഷേ വസ്തു ഇല്ല, പറമ്പില്ല, അതുകൊണ്ട് വീതിക്കാൻ നിവൃത്തിയില്ല, അവർ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഇതാണ് ഇവിടെ ഈ ഡോക്ടർ കമ്മീഷൻ അവസാനം പറയുമ്പോൾ ഉള്ള ഒരു ഉദാഹരണം പറയുന്നത്. എന്ന് വെച്ചാൽ ഒരപ്പൻ അല്ലെ അമ്മ കാരണവന്മാരായിട്ട് എന്തെങ്കിലും മേഖലയിൽ വല്ലാണ്ട് തോർത്തടിച്ച് ദൈവം നൽകിയ ആത്മീയ സമ്പത്തുകൾ, ആത്മീയത മാത്രമല്ല മാനസികമായ, ബൗദ്ധികമായ, ശാരീരികമായ തലത്തിലൊക്കെ ഇത് വരാം.
നമുക്കതിലേക്ക് വിശദമായിട്ട് വരാം. അങ്ങനെയുള്ളത് വല്ലാണ്ട് തൂർത്തെടുത്ത് നശിപ്പിച്ച് കളഞ്ഞാൽ അവരുടെ മക്കൾക്ക് ആ ഒരു മേഖലയിൽ ഇല്ലായ്മ അനുഭവപ്പെടാം, ഞെരുക്കം അനുഭവപ്പെടാം. അങ്ങനെ വരുന്ന അവസ്ഥയ്ക്ക് അതാണ് ഈ തലമുറകളിലുള്ള സ്വാധീനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അല്ലതൊരു ശാപത്തിൻ്റെ വിഷയമല്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയെ നമുക്ക് ആർക്കും നിഷേധിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ എസെക്കിയേൽ 18 പറഞ്ഞ് വ്യക്തിപരമായ ഉത്തരവാദിത്വം. അതേക്കുറിച്ച് സഭ കൃത്യമായിട്ട് മോറൽ തിയോളജിയിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു വ്യക്തിക്കോ വരണമെങ്കിൽ, ഒരു പ്രവൃത്തിയുടെ പാപകരമായ ഉത്തരവാദിത്വം പരിഹാരത്തിനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു വ്യക്തിക്ക് വരണമെങ്കിൽ 3 കാര്യങ്ങൾ അവിടെ ചേർന്ന് വന്നിരിക്കണം. എന്ന് വെച്ചാൽ 3 കാര്യം എന്താണ്? ആ ഒരു പ്രവൃത്തി ഒരു തിന്മയായിരിക്കണം, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ആ തിന്മയുടെ പ്രവൃത്തി തിന്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം ഈ വ്യക്തിനകത്ത് ഏർപ്പെടുന്നത്. മൂന്നാമത്തേത്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഏർപ്പെടുമ്പോൾ അത് സമ്മതിച്ചിട്ട്, താൻ സമ്മതം കൊടുത്തിട്ട് ബോധ്യത്തോടെ ഇറങ്ങി പ്രവർത്തിച്ചതായിരിക്കണം. എന്നുവെച്ചാൽ അറിവോടെ സമ്മതത്തോടെയുള്ള പ്രമാണ ലംഘനമാണ് ഒരു പാപത്തിൻ്റെ പ്രവൃത്തിയായിട്ട് വരുള്ളൂ. ഈ 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥ നടന്നിട്ടില്ല എങ്കിലും അവിടെ പാപമില്ല, ആ ചെയ്യുന്ന വ്യക്തിക്ക് പാപമില്ല. ഒരു പ്രമാണ ലംഘനമാണ് ചെയ്തത്, പക്ഷെ അതൊരു പാപമാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്. അങ്ങനെ വന്നാൽ പാപം ഉണ്ടാകുന്നില്ല. എന്ന് വെച്ചാൽ പുറത്ത് ഇതിലൊക്കെ പണ്ട് പറയുന്ന ഉദാഹരണങ്ങൾ, 2-3-4 പേര് കാട്ടിലിങ്ങനെ നായാട്ടിന് പോയി രാത്രിയിൽ ഒരു പല വഴിക്ക് തിരിഞ്ഞ് ഇങ്ങനെ നായാടി പോകുമ്പോൾ എന്തെങ്കിലും ഒരു മുഖം എന്തെങ്കിലും ഒരു മാട്ടുമായാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുഖം ഇങ്ങനെ ഓടിപ്പോകുന്നതിന് വെടിവെക്കാനായിട്ട് ഇവർ നോക്കി അതിലിതിൽ മാറി മാറി ഇങ്ങനെ പമ്മി ചെല്ലുമ്പോൾ ഒരാൾ കണ്ടു തൊട്ടപ്പുറത്ത് പള്ളയ്ക്കകത്ത് ഇങ്ങനെ എന്തോ അനങ്ങുന്നു. നോക്കുമ്പോൾ ഒരു കണ്ണുകൾ കാണാം. അപ്പം ഉന്നം വെച്ചിട്ട് വെടിവെക്കുകയാണ്. വെടികൊണ്ടത് കൂട്ടുകാരനിട്ടായിരുന്നു എന്നുള്ളത് കാർച്ച കേട്ട മാത്രമാണ് ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ചെയ്തത് വെടിവെച്ചു കൊന്നു, അല്ലെ വെടിവെച്ചു എന്നുള്ളത് അതൊരു പ്രമാണ ലംഘനമാണ്, ഉപദ്രവിച്ചു. അത് സമ്മതമായിട്ട് ബോധ്യപ്പെട്ട് കാഞ്ചി വലിച്ചതുമാണ്. പക്ഷേ ഒരു മൃഗമാണെന്നാണ് വിചാരിച്ചത്, അറിവ് തെറ്റിപ്പോയി. അങ്ങനെ വരുന്നിടത്ത് ആ വ്യക്തിക്ക് അതിനകത്തൊരു മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പത്രങ്ങൾ കാണാമല്ലോ, കോടതിയിലൊക്കെ നിരീക്ഷണം വരുന്നതായിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയെ വന്നിട്ടുള്ളൂ. ഇനി അതല്ലെങ്കിൽ പ്രവൃത്തി എന്താണെന്ന് അറിയാം. ചില കേസുകൾ ഒരാൾ കയറി റേപ്പ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വ്യക്തി റേപ്പ് ചെയ്യപ്പെടുന്നു, ബലാത്കാരമായിട്ട് റേപ്പ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് അറിയാം ഇതാണ് എന്നോട് ചെയ്യുന്നത്. പക്ഷേ ആ വ്യക്തി സമ്മതിക്കുന്നേ ഇല്ല, എതിർക്കുന്നു. പക്ഷേ ബലാത്കാരമായിട്ട് ചെയ്തിട്ട് മറ്റേ വ്യക്തി പോവുകയാണ്. അപ്പോൾ സംഭവം ഒരു പ്രമാണ ലംഘനമാണ്, സംഭവിക്കുന്നതെന്ന് അറിയാം, പക്ഷെ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് ആ ചെയ്യപ്പെടുന്ന വ്യക്തിക്കകത്ത് പാപമില്ല. ഇത് മോറത്തിയോടെ പറയുന്ന ഉദാഹരണങ്ങളാണ്. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വ്യക്തിപരമായ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തി അറിഞ്ഞ് സമ്മതിച്ച് പ്രമാണ ലംഘനത്തിൻ്റേത് ചെയ്യുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളൂ. അപ്പോൾ നമ്മുടെ കാരണവന്മാർ, പൂർവ്വീർ ആരെങ്കിലും ഏത് തലമുറപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളോ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ആർക്കും അതിനകത്ത് അറിവില്ല, സമ്മതമില്ല, പ്രമാണ ലംഘനവും ഇല്ല, പാപമില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ എസെക്കിയേൽ 18 വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് നമുക്ക് ഈ തലമുറകളിലേക്ക് വരുന്ന തിന്മയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചില ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ നിരീക്ഷിക്കുകയാണ്. നമുക്ക് വരും സൃഷ്ടി അതേപ്പറ്റി ചിന്തിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സഹവാസവും സഹമുള്ള സഹോദരരെ നാം ഓരോരുത്തരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.